ഇന്ന് നമ്മോടൊപ്പമുള്ളത് അനില സേതുമാധവൻ ഡോക്ടറാണ്. ആയുർവേദ കോസ്മെറ്റോളജി ഇന്ന് ഏറെക്കുറെ സ്വീകാര്യമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നമുക്ക് ചുറ്റും ഇന്ന് ഒത്തിരി ബ്യൂട്ടി പാർലറുകളുണ്ട്. അവരുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ആയുർവേദത്തിന് ഈ രംഗത്തുള്ള സാധ്യതകളും അതിൻ്റെ ഗുണങ്ങളും ഡോക്ടർക്കൊന്ന് വിശദീകരിക്കാമോ? നമ്മൾക്കൊരു മുഖക്കുരു വരുമ്പോൾ അല്ലെങ്കിൽ മുഖത്തൊരു കറുത്ത പാട് വരുമ്പോൾ നമ്മൾ എന്താ ഫസ്റ്റ് ചെയ്യുക? എല്ലാവരും എന്താ ചെയ്യുക? ആദ്യം കുറച്ച് പ്രോഡക്ട്സ് ട്രൈ ചെയ്യും. അതിൽ പാളിപ്പോയാൽ നേരെ ബ്യൂട്ടീഷ്യൻ്റെ അടുത്തോട്ട് പോകും. ആൻഡ് ദി ഡു ഓൾ ദ പാർലർ പ്രൊസീജിയേഴ്സ് അല്ലേ. അവർ പറയുന്ന പോലെ ഫേഷ്യൽസ് ചെയ്യും, കാര്യങ്ങൾ ചെയ്യും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പം നിങ്ങൾക്കൊരു മുഖക്കുരു വന്നത് ജസ്റ്റ് ഒരു കോസ്മെറ്റിക് ആക്നെയാണ്. അതായത് നിങ്ങൾ കുറച്ച് പ്രോഡക്ട്സ് യൂസ് ചെയ്തു, ആ പ്രോഡക്ട്സ് നിങ്ങളുടെ സ്കിന്നിന് സൂട്ടബിൾ അല്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ചിലപ്പം നിങ്ങൾക്ക് കുറച്ച് എക്സ്റ്റേണൽ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്താൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടായേക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം കറക്റ്റായിട്ടുള്ള പ്രോഡക്ട്സ് നിങ്ങളുടെ ഫേസിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇഷ്യൂ സോൾവ് ആവുമായിരിക്കാം. പക്ഷേ ആക്നെ അല്ലെങ്കിൽ പിമ്പിൾ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഒരിക്കലും ഈ എക്സ്റ്റേണൽ കൊണ്ട് മാത്രം വരുന്നൊരു സാധനമല്ല. ചില കണ്ടീഷൻസിൽ അതിനൊരു ഇൻറ്റേർണൽ കോസും കൂടെ ഉണ്ട്. ആ സ്ഥലത്താണ് ഈ പ്രൊസീജിയേഴ്സ് എല്ലാം പാളിപ്പോകുന്നത്. ഓക്കെ, കാരണം ഒരുപാട് പേര് വന്ന് പറയാറുണ്ട്, ഡോക്ടറെ ഞാൻ എല്ലാം ചെയ്തു, ഞാൻ പർട്ടിക്കുലർലി ആ പ്രോഡക്റ്റിൻ്റെ പേരെടുത്ത് പറയും. അതായത് ഇന്ന കോൺസ്റ്റിറ്റ്യുവൻ്റ് ഉള്ള ഇന്ന സാധനങ്ങൾ ഞാൻ ഉപയോഗിച്ചു, ഇത്രയും ട്രീറ്റ്മെൻറ്റ്സ് ഞാൻ ചെയ്തു, ബട്ട് സ്റ്റിൽ അപ്പോൾ വരുന്ന സമയത്ത് അവരുടെ ഫേസ് എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചാൽ നല്ല റെഡായിരിക്കും, നല്ല സെൻസിറ്റീവ് ആയിരിക്കും. അല്ലെങ്കിൽ അവർ അത്രയും വേഴ്സനായിട്ട് സ്കിന്നെല്ലാം ഭയങ്കര ഹാർഡായിട്ടുള്ള രീതിക്കായിരിക്കും നമ്മളെടുത്തോട്ട് വരുന്നത്. അപ്പം നമ്മൾ ഇവിടെ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ദിസ് ബേസിക് എഡ്യൂക്കേഷൻ. അതായത് നിങ്ങൾക്കൊരു സ്കിൻ കണ്ടീഷൻ ഉണ്ടെങ്കിൽ വെൻ ടു സീക്ക് ദ ഹെൽപ്പ് ഓഫ് എ ഡോക്ടർ. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം എല്ലാ കണ്ടീഷൻസിനും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഗിമ്മിക്സ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു കണ്ടീഷനാണ് ഈ ഒരു ആക്നെ എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഒരു PCOS ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹോർമോണൽ ഇഷ്യൂ ഉണ്ട്, ഓർ യു ആർ ഗോയിങ് ത്രൂ എ ലോട്ട് ഓഫ് സ്ട്രെസ്. പിന്നെ നിങ്ങളുടെ ഡയറ്റ്, ഇപ്പം അടുത്ത് ഞാനൊരു കോമ്പിനേഷൻ കണ്ടു, അൽഫാമും ഏതൊരു പായസവും, ഇത് ഒരുമിച്ച് കഴിക്കുന്ന ഒരു കോമ്പിനേഷൻ. അതുപോലെ ഒരുപാട് ഇപ്പോൾ പറയുന്നത് സ്വീറ്റ്സ് അല്ലേ. ഞാനിപ്പം ആക്ച്വലി നമ്മൾ സ്ട്രീറ്റിലൂടെ പോകുന്ന സമയത്ത് ഞാൻ നോക്കുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫുഡാണ്, ലൈക്ക് വാട്ട് ദീസ് പീപ്പിൾ ആർ ഈറ്റിംഗ്. അപ്പോൾ അതിൽ നോക്കുമ്പോൾ നമ്മൾ പറയുന്ന ഇൻകോമ്പാറ്റബിൾ ഫുഡ്, അല്ലെങ്കിൽ എന്താ പറയുക, ഈ ഒരു ബേസിക്കലി ഷാർജ, അതെ, ഇതൊക്കെയാണ് ഇവരുടെ ഡയറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദേ കം ബാക്ക് ടു യു ആൻഡ് ദേ ടെൽ യു എനിക്ക് കൊറിയൻ സ്കിന്ന് വേണം. അവർ ഇതുപോലെ ഒത്തിരി സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിക്കും, അതായത് അത് കഴിക്കും, ഇത് കഴിക്കും, ടൈംലി ഫുഡ് കഴിക്കില്ല. ആൻഡ് ദേ കം ബാക്ക് ആൻഡ് ദേ ആസ്ക് യു എനിക്ക് കൊറിയൻ സ്കിന്ന് വേണം ഡോക്ടറെ, ഞാൻ എന്ത് ചെയ്യും? ആയുർവേദ കോസ്മെറ്റോളജിയിൽ നമ്മൾ അവരെ ഇൻറ്റേർണലിയും എക്സ്റ്റേർണലിയും ട്രീറ്റ് ചെയ്യും. ഇപ്പം നമ്മൾ ആയുർവേദ കോസ്മെറ്റോളജി അല്ലാതെ ഇനിയും പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളുണ്ട്, ഒരുപാട് ശാസ്ത്രം നമ്മുടെ മുന്നിലുണ്ട്. ഒന്നുകിൽ അതൊരു ഫിസിക്കൽ എക്സ്ഫോളിയേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കെമിക്കൽ എക്സ്ഫോളിയേഷൻ ആയിരിക്കാം. വാട്ട് ഈസ് ദ റിസൾട്ട്? ഈ സിറ്റിങ്സ് ചെയ്ത് കഴിഞ്ഞ് ഇവരുടെ സ്കിന്ന് വരുന്നത് എങ്ങനെയാണ്? സെൻസിറ്റീവ് ആയിട്ടാണ്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ആയുർവേദ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇൻറ്റേർണൽ ട്രീറ്റ്മെൻറ്റ്സ് കൊടുത്ത് അത് ക്ലിയർ ചെയ്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ എക്സ്റ്റേണൽ കൊടുക്കുമ്പോഴും ഈ പറയുന്ന പോലെ അവർക്ക് ഭയങ്കര റിസൾട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആൻഡ് ദേ കം ടു യു ആൻഡ് അവർ പറയണ, അയ്യോ ഡോക്ടറെ ഇങ്ങനെ ഒരു റോൾ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. അപ്പം ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ പാർലർ പ്രൊസീജിയേഴ്സിൽ പോകുമ്പോൾ അവർ സ്കിന്ന് ബേസിക്കലി അനലൈസ് ചെയ്യുന്നുണ്ടോ, അവിടെ തന്നെയാണ് നമ്മളുടെ ഒരു വെൻ യു സീക്ക് എ ഹെൽപ്പ് ഓഫ് എൻ ആയുർവേദ കോസ്മെറ്റോളജിസ്റ്റ്, അവിടെ ഉണ്ടാവുന്നത് ബേസ് ലെവൽ തൊട്ടിട്ടുള്ള അനാലിസിസ് ആണ്. ഷീ ഓർ ഹീ ഈസ് ഗോയിങ് ടു ആസ്ക് യു നിങ്ങൾ എന്ത് കഴിക്കുന്നു, നിങ്ങൾ എപ്പോൾ കഴിക്കുന്നു, നിങ്ങൾ എന്ത് പ്രോഡക്റ്റ് നിങ്ങൾ ഫേസിൽ യൂസ് ചെയ്യുന്നു, പിന്നെ നിങ്ങളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്. ഒന്നും വേണ്ട, ഫുഡൊക്കെ നന്നായി കഴിക്കുന്നു, പക്ഷേ സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ്, സ്റ്റിൽ യു ഹാവ് ഹോർമോണൽ ഇഷ്യൂസ്. അപ്പോൾ നമ്മൾ ഇതെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ആ പെർട്ടിക്കുലർ കേസിനെ നമ്മൾ എടുക്കുന്നത്. നല്ല ആക്നെയുള്ള ഈ ഒരു കുട്ടിക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് ആയിരിക്കില്ല അടുത്തൊരു കുട്ടിക്ക് കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയുർവേദ കോസ്മെറ്റോളജി ഓൾവേസ് ഹാവ് ആൻ അപ്പർ ഹാൻഡ്. സ്ത്രീകൾക്ക് സൗന്ദര്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് വളരെ നല്ലതാണ് എന്നൊരു അഭിപ്രായം പറയാറുണ്ട്. അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? അവർ ഈ മുഖത്തുള്ള ഈ പിമ്പിൾസ് പോലെയുള്ള കാര്യങ്ങൾ, അതുപോലെ നമ്മൾ കരിമങ്ങം എന്നൊക്കെ പറയില്ലേ, അതുപോലെയുള്ള അങ്ങനത്തെ പാച്ചസ് ഒക്കെ കാണുമ്പോഴാണ് ശരിക്കും നമ്മളെടുത്ത് വരിക. പിന്നെ കഴുത്തിൻ്റെ ബാക്കിലും സിവിയർ വെൽവെറ്റി അപ്പിയറൻസിൽ കറുത്ത കളറായിട്ടും അതും ഒരു വലിയ ഒരു കോസ്മെറ്റിക് ഇഷ്യൂ ആണ്. വെൻ വി വെയർ ഇപ്പോൾ ഡീപ്പ് നെക്കൊക്കെ ഇടുന്ന സമയത്ത് അത് ഭയങ്കര ഒരു കോസ്മെറ്റിക് ഇഷ്യൂ ആണ്. കാരണം ഇവിടെ മാത്രം കറുത്ത കളറിൽ കാണുന്നത്. ഈ പറയുന്ന പീരിയഡ്സ് മിസ്സായി പോകുന്നതോ അല്ലെങ്കിൽ
അവർക്ക് ചിലപ്പം വെയിറ്റ് കുറച്ച് കൂടുന്നതോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചിലപ്പം പെട്ടെന്ന് അവരെന്ത് ചെയ്യില്ല, പെട്ടെന്ന് അവർ കണ്ട് മനസ്സിലാക്കി അതങ്ങനെ വേഗം ഓക്കെ കുഴപ്പമില്ല എന്നവർ വിചാരിക്കും നമുക്ക് ജിമ്മിൽ പോവാം. ഇതൊക്കെ ഓപ്ഷൻസ് ആണല്ലോ. ബട്ട് വൺസ് യുവർ സ്കിൻ സ്റ്റാർട്ട്സ് ഷോയിങ് ഇറ്റ്, അതായത് കറുത്ത പാച്ചസ് പോലെ, അതുപോലെ സ്റ്റബേൺ ആക്നെ ആയിട്ട് വരിക, ഇങ്ങനത്തെ ഒരു സമയത്താണ് ഇവർ മനസ്സിലാക്കുന്നത്, അതിൽ മുടി പൊഴിച്ചിൽ വരുന്നത്. ഈ ഒരു സമയത്തൊക്കെയാണ് ഇവർ നമ്മളെടുത്ത് വന്ന് ഇത് മനസ്സിലാക്കുന്നത്, ഓക്കെ ദേ ഹാവ് ഒരു ഇഷ്യൂ ഉണ്ട് ഹോർമോണൽ. അപ്പോൾ ഡെഫിനറ്റ്ലി സാറ് പറഞ്ഞ കാര്യം വളരെ കറക്റ്റാണ്. നമ്മുടെ നാട്ടിലെ സാധാരണയുള്ള ബ്യൂട്ടി പാർലറും ആയുർവേദ കോസ്മെറ്റോളജിയും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് ഡോക്ടർക്ക് പറയാൻ പറ്റുമോ? അതായത് ആയുർവേദ കോസ്മെറ്റോളജി എന്ന് പറയുമ്പം നമ്മളൊരു പെർട്ടിക്കുലർ കണ്ടീഷനെ നമ്മൾ കാണുന്നത് ആസ് എ ഹോൾ ആയിട്ടാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു മുടി പൊഴിയുന്നു, സ്ഥിരമായിട്ട് നല്ല മുടി പൊഴിച്ചിലുണ്ട് ഓഫ് ലേറ്റ്. അപ്പോൾ നമ്മൾ കുറേ പ്രൊസീജിയേഴ്സ് ഹെയർ ട്രീറ്റ്മെൻറ്റ്സ് എടുത്തതുകൊണ്ട് നമുക്കതിൽ യാതൊരു റിസൾട്ടും കാണില്ല. ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് എങ്ങനെയാണ് അവരുടെ ഗട്ട് ഹെൽത്ത്, ഓക്കെ എന്താണ് അവരുടെ ബ്ലഡ് റിപ്പോർട്ട്സ് നമ്മൾ എടുക്കും. അതെല്ലാം അതിന് എത്രത്തോളം ഏതൊക്കെ സാധനങ്ങളിൽ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട് നമ്മൾ നോക്കും. അതിനനുസരിച്ച് നമ്മൾ അവർക്ക് ഫുഡും ഡയറ്റും അതുപോലെ തന്നെ അവർക്ക് ഇൻറ്റേർണൽ മെഡിസിൻസും അവർക്ക് വേണ്ട സപ്പോർട്ട്. ചിലപ്പം ഇതെല്ലാം പെർട്ടിക്കുലർ ഓക്കെ ആയിരിക്കും, പക്ഷേ ഇവർക്ക് ഒത്തിരി സ്ട്രെസ്സുള്ള ആളുകളായിരിക്കും. സോ അവർക്ക് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുമ്പോൾ തന്നെയാണ് നമ്മൾ റിസൾട്ട് കാണുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് ഇറ്റ്സ് നോട്ട് ഡിഫറെൻറ്റ്. അതായത് ഇതെല്ലാം നിങ്ങളുടെ ബോഡിയാണ്. നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ഇംബാലൻസസ് തന്നെയാണ് നിങ്ങളുടെ സ്കിന്നിൽ എന്ത് ചെയ്യുന്നത്, റിഫ്ലക്റ്റ് ചെയ്യുന്നത്. പിന്നെ ആസ് എ കോമൺ മാൻ, ഓക്കെ ആസ് എ കോമൺ മാൻ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അറിയണം അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഇൻറ്റേർണലി ഉണ്ടോ. അപ്പോൾ ഡെഫിനറ്റ്ലി യു ഷുഡ് സീക്ക് എ ഹെൽപ്പ് ഓഫ് എ ഡോക്ടർ. കമ്മിങ് ടു എ ഡോക്ടർ ആൻഡ് കമ്മിങ് ടു ജസ്റ്റ് someone who is doing the procedures, രണ്ടും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഓക്കെ. അപ്പോൾ ഡോക്ടർക്ക് വെളുക്കാൻ തേച്ചിട്ട് പാണ്ടായിട്ട് വന്ന വല്ലവരുണ്ടോ? റീസെൻ്റ്ലി എനിക്കൊരു പേഷ്യൻ്റ് വന്നു. അപ്പം അവർ വന്ന സമയത്ത് നല്ല ഫ്ലെയർ അപ്സ് ഉണ്ടായിരുന്നു ഫേസിൽ. നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടാൽ മനസ്സിലാവും ദർ ഹാസ് സംതിങ് ഹാസ് ഹാപ്പൻ ടു യുവർ ഫേസ്. കുറച്ച് ഭാഗം ഡള്ളാണ്, ഭയങ്കര ഡ്രൈ ആണ്, സ്കിന്ന് ഭയങ്കര ഫ്ലേക്കി ആയിട്ടിരിക്കുന്നു, ഇവിടെ ഭയങ്കര റെഡ് ആയിട്ടിരിക്കുന്നു. അപ്പം കുറേ ചോദിച്ചപ്പം ഇവർ പറയുന്നില്ല, ഇവർ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത കഥയൊന്നും ഇവർ പറയുന്നില്ല. ഞാൻ അങ്ങനെ നോക്കും ഡോക്ടറെ, ഞാൻ ഇങ്ങനെ നോക്കും, ഞാൻ ഫുഡ് ഇതേ കഴിക്കുകയുള്ളൂ, ഞാൻ ഇതൊക്കെ കാണാറുണ്ട് യൂട്യൂബിൽ, ഞാൻ ഇതെല്ലാം ശ്രദ്ധിച്ചിട്ടാണ്, എന്താണെന്നറിയില്ല എന്ന് ചോദിച്ചപ്പോൾ അവസാനം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, പക്ഷേ അവർ ആ പോയിന്റ് റിവീൽ ചെയ്യുന്നില്ല. ലാസ്റ്റ് കുറേ ചോദിച്ചു കഴിഞ്ഞപ്പം അവർ പറഞ്ഞു, അതായത് ഞാൻ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഇന്ന ഒരു ഓൺലൈൻ ഇതിൽ നിന്ന് ഞാൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്തു എന്ന് പറഞ്ഞ് വെച്ചു ടേബിളിൽ. ഞാൻ എടുത്ത് നോക്കി ബാക്കോട്ട് തിരിച്ചപ്പോഴാണ് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ദിസ് ഇസ് എ ഷെഡ്യൂൾ എച്ച് ഡ്രഗ് വിച്ച് ഷുഡ് നോട്ട് ബി ഗിവൻ വിത്തൗട്ട് എ ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ. അതിൽ എന്നെ ഞെട്ടിച്ചൊരു ഫാക്ട് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ചോദിച്ചു ഇത് ആരാണ് പ്രിസ്ക്രൈബ് ചെയ്തത്? ഇത് പ്രിസ്ക്രൈബ് ചെയ്തതൊന്നുമല്ല, ഇത് ഞാൻ റാൻഡംലി വാങ്ങിച്ചതാണ്. അടുത്ത എൻ്റെ ചോദ്യം ഇതായിരുന്നു, എത്ര കാലമായി നിങ്ങൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? സോ ഷി ഗേവ് മീ ആൻ ആൻസർ ലൈക്ക് ഒരു 1 to 2 year ആയി ഡോക്ടറെ. അപ്പോൾ ഇത് നമ്മളൊരു 3 months അതന്നെ നമ്മൾ ടേപ്പറിംഗ് ആയിട്ട് നിർത്തുന്ന ഒരു സാധനമാണ്. കൂടുതലും ടേപ്പറിംഗ് ആയിട്ട് നിർത്തി വരുന്ന ഡോസ് കുറച്ച് വരുന്ന ഒരു പ്രോഡക്റ്റാണ് അവർ എന്ത് ചെയ്തിട്ടുള്ളത്, ഒരു 1 to 2 years വിത്തൗട്ട് എ പ്രിസ്ക്രിപ്ഷൻ അവർ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, വാട്ട് എവർ യു യൂസ് ഓൺ എ ഫേസ്, നിങ്ങൾ സ്കിന്നിൻ്റെ പുറത്ത് എന്ത് യൂസ് ചെയ്താലും അതിനൊരു അബ്സോർപ്ഷൻ ഉണ്ട്, ട്രാൻസ്ഡെർമൽ അബ്സോർപ്ഷൻ, അത് അബ്സോർബ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം ഈ ഒരു ഫോമിലേക്കകത്ത് ഭയങ്കര കുറച്ച് ഒരു എന്താ പറയുക ഹസാർഡസ് ആയിട്ടുള്ള കാര്യം, വെൻ ഇറ്റ് ഈസ് യൂസ്ഡ് ഓൺ എ ലോങ് പീരിയഡ് ഓഫ് ടൈം, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇത്ര നിശ്ചിത പീരിയഡിൽ ഇന്ന നിശ്ചിത ഡോസിൽ മാത്രം യൂസ് ചെയ്യാൻ സേഫ് ആയിട്ടുള്ള ഒരു സാധനം ദേ ഹാവ് ബീൻ യൂസിങ് ദിസ് ലോങ്. അപ്പം നമ്മൾ നോക്കുമ്പം ഇത് ആരുടെ പ്രോബ്ലമാണ്, ഹൂ ഇസ് ടു ബി ബ്ലെയിംഡ് ഹിയർ അല്ലേ? ഒരു ഷെഡ്യൂൾ എച്ച് ഡ്രഗൊക്കെ നമ്മൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വിത്തൗട്ട് എ പ്രിസ്ക്രിപ്ഷൻ പേഷ്യൻറ്റ് ക്യാൻ ബൈ, അല്ലെങ്കിൽ എ പെർട്ടിക്കുലർ പേഴ്സൺ ക്യാൻ ബൈ എന്ന് പറഞ്ഞാൽ, അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം. ഇപ്പോഴും വി ആർ നോട്ട് റീച്ചിങ് എന്നുള്ള ഒരു ആൻസറാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയും ആളുകളെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു ഇൻ ദ പോയിന്റ് വെളുക്കുക എന്നുള്ളതല്ല സ്കിൻ ഹെൽത്ത്. ഓക്കെ, നിങ്ങളുടെ സ്കിൻ ഹെൽത്ത് ഇസ് നോട്ട് ഡിപ്പെൻഡിങ് അപ്പോൺ ദ കളർ ഓഫ് യുവർ സ്കിൻ. ആ ഒരു പോയിന്റ് എന്നാണോ നമ്മുടെ ആളുകളുടെ തലയിൽ രജിസ്റ്റർ ആവുന്നത് അന്ന് നിൽക്കും ഈ ഇഷ്യൂസ് എല്ലാം. അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് പൊതുവെ ഉണ്ടാകുന്നത്, അതും കൂടി ഒന്ന് ശരിയായിരിക്കും. പ്രശ്നങ്ങൾ എന്ന് പറയുമ്പം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പം ഇങ്ങനത്തെ നമ്മൾ ഒത്തിരി കാലം യൂസ് ചെയ്യാൻ പാടാത്ത കോമ്പണൻസിൻ്റെ ഒരു
എന്താ പറയുക നമ്മുടെ ബ്ലഡ് സ്ട്രീമിൽ വരുന്ന കാര്യം, അതുകൊണ്ട് നമുക്കുണ്ടാവുന്ന സൈഡ് എഫക്ട്സ്, പലതരം സൈഡ് എഫക്ട്സ് നമുക്ക് ഉണ്ടാവാം. വെൻ ഇറ്റ് കംസ് ടു സ്കിൻ, ഇപ്പം നമ്മൾ സ്കിന്നിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആ ലേഡി വന്നപ്പം അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു സ്കിന്നാണ്. അതിലോട്ട് നമുക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു പ്രൊഡക്റ്റായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ബട്ട് ആസ് ഫാർ ആസ് ആൻ ആയുർവേദ കോസ്മെറ്റോളജിസ്റ്റ് വാട്ട് വി ക്യാൻ ഡു എന്ന് പറയുന്നത്, നമ്മൾ അവിടെ ട്രീറ്റ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്, ആസ് എ വിഷ എന്ന് പറയുന്ന ആ ഒരു ആയുർവേദത്തിലൊരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ ആ ഒരു കൺസെപ്റ്റിലാണ് അവരെ എന്ത് ചെയ്തത്, ട്രീറ്റ് ചെയ്തത്. ബട്ട് വി ടോൾഡ് ഹർ യു ഹാവ് ടു വെയിറ്റ് പേഷ്യൻ്റ്ലി, അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. അപ്പം യു ഹാവ് ടു വെയിറ്റ് പേഷ്യൻ്റ്ലി. വി ഡെഫിനറ്റ്ലി ഗേവ് ഹർ ഇൻറ്റേർണൽ മെഡിസിൻസ്, നമ്മൾ ഡീടോക്സ് പ്രൊസീജിയേഴ്സ് ചെയ്തു. ആൻഡ് നൗ ദ സ്കിൻ ഇസ് ഓക്കെ. ഇപ്പം അവർക്ക് നമ്മൾ ഓരോ പ്രാവശ്യം വിസിറ്റ് ചെയ്യുമ്പോഴും വി ആർ ടേക്കിംഗ് ക്ലാസ്. അതായത് നിങ്ങളിത് ചെയ്യരുത് എന്നുള്ള സെഷൻസാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോഴും പബ്ലിക് അവെയർ അല്ല. ലൈക്ക് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ്, ഇപ്പം ഈ ഒരു ഓപ്പറേഷൻ സൗന്ദര്യ വന്നു, പിന്നെ കുറേ ക്രീംസ്, ബ്രിട്ടീഷ് ക്രീംസ്, അങ്ങനത്തെ കുറേ ക്രീംസ് വന്ന് അവർ യൂസ് ചെയ്തിട്ട് സിസ്റ്റമിക് ആയിട്ട് പ്രോബ്ലംസ് വന്ന ആൾക്കാരുടെ സ്റ്റോറീസ്, അവരുടെ കാര്യങ്ങളെല്ലാം വന്നിട്ടും സ്റ്റിൽ വി ആർ എന്താ പറയുക, നമ്മൾ ഒട്ടും കോഷ്യസും അല്ല, നമ്മൾ അത്രയും എഡ്യൂക്കേറ്റഡും അല്ല അങ്ങനത്തെ കാര്യങ്ങളിൽ. അപ്പം അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ആ ഒരു ബാക്കിൽ നോക്കിയിട്ട് എന്തൊക്കെ കോമ്പണൻസ് ആണെന്ന് നോക്കിയിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുക. അപ്പോൾ ആയുർവേദം എന്ന ബ്രാൻഡിൽ ഇത്തരം പ്രൊഡക്റ്റുകൾ ഇറങ്ങുന്നുണ്ട്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടോ? ഇപ്പം നമ്മൾ ആയുർവേദത്തിലാണെങ്കിൽ പോലും ഇപ്പം വെൻ യു ആർ യൂസിങ് എ ക്രീം, നിങ്ങളൊരു ക്രീം യൂസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം നിങ്ങളുടെ സ്കിൻ ഒരു ഓയിലി ആണെങ്കിൽ ഡെഫിനറ്റ്ലി വി ഡോണ്ട് റെക്കമെൻഡ്. ഓയിലി ആയിട്ടുള്ള സ്കിന്നാണ്, അതിൻ്റെ പുറത്ത് നിങ്ങൾ ക്രീം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ പോർസ് അടയും, നിങ്ങൾക്ക് പിമ്പിളും ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ ഒരു സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഡ്രൈ ആയിട്ടുള്ള ഒരാൾ ഇതുപോലെ ജെല്ലുകൾ, ഡ്രൈയിങ് ആയിട്ടുള്ള കുറച്ച് ജെല്ലുകളൊക്കെ ഫേസിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അവരുടെ സ്കിൻ എന്താവും, കൂടുതൽ ഡ്രൈ ആവും. അപ്പോൾ നമ്മൾ എപ്പോഴും സജസ്റ്റ് ചെയ്യുക, പ്രോഡക്ട്സ് എപ്പോഴും സ്കിൻ ടൈപ്പ് അനുസരിച്ച് യൂസ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ ഏത് ക്ലൈമറ്റിക് കണ്ടീഷനിൽ ജീവിക്കുന്നു, ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഭയങ്കര ചൂടുള്ള, നമ്മൾ സ്വെറ്റിംഗ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റിലാണെങ്കിൽ നമ്മൾ കൂടുതലും ഇപ്പം അവരുടെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആണെങ്കിൽ പോലും നമ്മൾ ഹെവി ക്രീംസ്, അതായത് ഈ ബട്ടർ ബേസ്ഡ് ക്രീം ഒന്നും നമ്മൾ അവർക്ക് സജസ്റ്റ് ചെയ്യില്ല. നമ്മൾ അവർക്ക് സജസ്റ്റ് ചെയ്യുക ലൈറ്റ് ക്രീംസ് തന്നെയാണ്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തു, നമുക്ക് പിമ്പിൾ വന്നെങ്കിൽ ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി ദ പ്രോബ്ലം വെയർ നിങ്ങളുടെ സ്കിൻ അനാലിസിസിൽ വന്ന ഒരു മിസ്റ്റേക്കാണ്. പിന്നെ ഇപ്പം നമ്മൾ കാണുന്ന ഒരു റീസെൻറ്റ് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പം യൂട്യൂബ് നോക്കിയാലും ഇപ്പോൾ ഇൻസ്റ്റഗ്രാം നോക്കിയാലും നിങ്ങൾക്ക് ഒരുപാട് സജഷൻസ് കിട്ടും. അതായത് ഇന്ന പൊടികൾ, കുറച്ച് ബേക്കിംഗ് സോഡ, കോൾഗേറ്റ്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് യു പുട്ട് ഇറ്റ് ഓൺ യുവർ സ്കിൻ, നിങ്ങൾക്ക് ഡീ ടാൻ വരും, നിങ്ങളുടെ ടാനിങ് ഇഷ്യൂസ് തീരും. പക്ഷേ ആക്ച്വലി യു പീപ്പിൾ ആർ ഹാർമിങ് യുവർ സ്കിൻ. ഓക്കെ, ഹാർഷായിട്ടുള്ള സാധനങ്ങളാണ് നിങ്ങളുടെ സ്കിന്നിൽ യൂസ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ, അതായത് ഇങ്ങനത്തെ ഗിമ്മിക്സുകളിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്. ഈ സ്കിൻ കെയർ വരുമ്പോൾ ഡോണ്ട് ഗോ ഫോർ ഗിമ്മിക്സ്, ഗോ ഫോർ സംതിങ് വിച്ച് ഈസ് ഹാവിങ് എ സയൻറ്റിഫിക് ബാക്ക്ഗ്രൗണ്ട്, വിച്ച് ഈസ് ഹാവിങ് സംതിങ് ടു എക്സ്പ്ലെയിൻ. മനസ്സിലായോ? വാട്ട് എവർ വി അപ്ലൈ ഓൺ യുവർ സ്കിൻ. അപ്പം അതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ബേസിക്കലി ആയുർവേദം പറയുന്ന ദേശം കാലം ബലം. അതെ, അത് എല്ലാ രംഗത്തും നമ്മൾ പ്രയോഗിക്കേണ്ടത്. ഡെഫിനറ്റ്ലി. നമ്മളിപ്പം ഈ പറയുന്ന പോലെ ഒരു ഇവിടുന്ന് കുറച്ച് സെറ്റ് ഓഫ് പ്രോഡക്ട്സ് യൂസ് ചെയ്തിരുന്ന ഒരാൾ, ഇപ്പം മൺസൂണിലാണ് എനിക്ക് കൂടുതലും ഇങ്ങനത്തെ എൻക്വയറീസ് വരിക. അതായത് ഡോക്ടറെ, ഞാൻ ഇന്ന പ്രോഡക്റ്റ് ഇത്രയും കാലമായിട്ട് യൂസ് ചെയ്യുമായിരുന്നു, അയ്യോ ഇപ്പം കുരു വരുന്നു, ഞാൻ എന്ത് ചെയ്യും? അപ്പം നമുക്ക് പറയാനുള്ളത്, ആ ക്ലൈമറ്റ് മാറി, ഓറൽസ് ക്ലൈമറ്റ് മാറിയിട്ടില്ലെങ്കിൽ ഇവരെ ഫുഡ് പാറ്റേൺ മാറിയിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ ചോദിക്കും, ഇപ്പം എന്താ കൂടുതൽ ഓയിലി ആയിട്ട് എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ? ഇപ്പം പഴയ പോലെ വീട്ടിൽ നിന്നല്ലേ, പുറത്തുനിന്നാണോ ഭക്ഷണം? അപ്പോൾ ചോദിച്ചാൽ ആൻസർ അവിടെ ഉണ്ടാവും. സോ നമ്മളുടെ സ്കിന്നിൻ്റെ ഓയിലിനെസ്സോ, നമ്മളുടെ സ്കിന്നിൻ്റെ ആ ഒരു മോയ്സ്ചർ കണ്ടന്റ്, എവ്രിതിങ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ യുവർ ഫുഡ് ആൻഡ് ദിസ് തിങ്. ഇതുവരെ നമ്മൾ സംസാരിച്ചൊക്കെ സ്ത്രീകളെ സംബന്ധിച്ചാണ്. പുരുഷൻ എന്താ സൗന്ദര്യബോധം ഇല്ലേ? അതിനുള്ള ചികിത്സകളില്ലേ? ആക്ച്വലി ഇപ്പം നമ്മൾ ക്ലിനിക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഫീമെയിൽ മീൻസ് ക്ലയൻസിനെക്കാട്ടിലും കൂടുതൽ മെയിൽസാണ്. അവർ വളരെയധികം അവരുടെ സ്കിന്നിനെ പറ്റിയിട്ടും അവരുടെ ഹെയറിനെ പറ്റിയിട്ടും അവർ വളരെയധികം കൺസേൺഡ് ആണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു സ്ത്രീയെ സംബന്ധിച്ചൊരു പുരുഷൻ വരുന്ന സമയത്ത് വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കൺസിസ്റ്റൻസി. സ്ത്രീകളാവുമ്പം നമ്മൾ പറഞ്ഞ പോലെ ആ പ്രോഡക്ട്സും കാര്യങ്ങളും എല്ലാം, മെഡിസിൻസ് എല്ലാം അവർ കൃത്യമായിട്ട് ചെയ്യും. പക്ഷെ വെൻ ഇറ്റ് കംസ് ടു മെയിൽസ് അങ്ങനെ ഒരു എന്താ പറയുക, ഒരു കമ്മിറ്റ്മെൻറ്റ് അവർക്ക് തരാൻ ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ട് കണ്ടു. പക്ഷെ അവർ ഭയങ്കര കൺസേൺഡ് ആണ്. ഇപ്പം ഹെയർ ഫോൾ ആണ്, ഇപ്പം ഞാൻ സ്കിന്നിനെക്കാട്ടിലും കൂടുതൽ കണ്ടിട്ടുള്ളത് ഇപ്പം ഹെയർ ഫോൾ
ആണെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ എന്ത് നമ്മൾ പഥ്യം എന്നുള്ളൊരു വേർഡ് പറയാതെ നിങ്ങളുടെ ഡയറ്റ് ഞാനൊന്ന് മോഡിഫൈ ചെയ്ത് തരാമെന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ദേ വിൽ ആക്സെപ്റ്റ്. അപ്പം ഇപ്പം എനിക്ക് തോന്നുന്നു കൂടുതൽ എന്താ പറയുക കൺസേൺഡ് ആയിട്ടുള്ളത് ലേഡീസിനെക്കാട്ടിലും മെന്നാണ്. പക്ഷേ അവർക്ക് വേണ്ടത് ഈ പറഞ്ഞ പോലെ സ്വിച്ച് ഇട്ട പോലത്തെ റിസൾട്ടുമാണ്. അപ്പം നമ്മൾ അവരെ എന്താ പറയുക എഡ്യൂക്കേറ്റ് ചെയ്താലും ഈ പറഞ്ഞ പോലെ അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ നോക്കാൻ പറ്റാത്തത് കൊണ്ട് ഓക്കെ അവർ നോക്കുന്നത് ഒരു ഈസി ഒരു വേക്കും കൂടെയാണ്. അപ്പം നിറം കുറഞ്ഞ ഒരാൾ വന്നിട്ട് കുറച്ചുകൂടി നിറം കൂട്ടിത്തരുമോ എന്ന് ഉള്ള ചോദ്യവുമായിട്ട് ആരെയും വരാറുണ്ടോ? നമ്മളെപ്പോഴും ഈ പറഞ്ഞ പോലെ ഈ നിറം കൂട്ടലാണ് എപ്പോഴും നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ ഹെൽത്തി ആയിട്ട് ഇപ്പം നിങ്ങൾക്കൊരു നിറം ഉണ്ടാവും ഓക്കെ ബൈ ബർത്ത് അല്ലെങ്കിൽ ബൈ ദിസ് യു ഹാവ് എ കോംപ്ലക്ഷൻ ഓഫ് യുവർ ഓൺ. അതിപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒത്തിരി സൺ എക്സ്പോഷർ ചെയ്യുന്ന ഒരാളാണ്, നിങ്ങൾ ടാൻഡായി, ഡെഫിനറ്റ്ലി വി ക്യാൻ ഹെൽപ്പ് യു ഇൻ ദെയർ. നിങ്ങൾക്കൊരു ഹോർമോണൽ ഇഷ്യൂ ഉണ്ട്, നിങ്ങളുടെ മുഖത്ത് മെലാസ്മ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ ഫ്രെക്കിൾസ് പോലത്തെ ഇഷ്യൂസ് ഉണ്ട്, അങ്ങനത്തെയൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ഒരു സൺ എക്സ്പോഷർ കൊണ്ട് തന്നെ ഇപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെന്ത് ചെയ്യാൻ പറ്റും, സൊല്യൂഷൻ തരാൻ പറ്റും. നിങ്ങൾ സ്ട്രെസ്സ് കാരണമാണ് നിങ്ങൾക്ക് ഈ ഒരു കാര്യം പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സൊല്യൂഷൻസ് ഉണ്ട്. പിന്നെ ഒരു ഹോർമോണൽ ചേഞ്ച് വരുമ്പോൾ കൂടുതലും ലേഡീസിനൊക്കെ കളർ ഒന്ന് ഡിമ്മായ പോലെ തോന്നാറുണ്ട്. അവർ തന്നെ പറയും ഡോക്ടറെ ഞാൻ നല്ലൊരു കളറുള്ള ഒരാളായിരുന്നു, എന്താണാവോ ഇപ്പോൾ ഒന്ന് ഇച്ചിരി പോയി. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ അടുത്ത് സൊല്യൂഷൻസ് ഉണ്ട്. പക്ഷെ നമ്മളുടെ അടുത്ത് പറയുകയാണ് ഡോക്ടറെ എനിക്ക് വെളുത്തിട്ട് പാറണം എന്ന് പറഞ്ഞാൽ വി ഡോണ്ട് ഹാവ് എനി ഓപ്ഷൻ. അങ്ങനത്തെ ഒരു കാര്യം വി ആർ നോട്ട് പ്രോമിസിങ് ഇൻ ആയുർവേദ കോസ്മെറ്റോളജി. നിങ്ങൾക്ക് ബൈ ബർത്ത് ഉള്ള നിങ്ങളുടെ സാധാരണമായിട്ടുള്ളൊരു കോംപ്ലക്ഷൻ ഉണ്ട്, ഡെഫിനറ്റ്ലി വി ക്യാൻ ഗിവ് യു ദാറ്റ്. അല്ലാതെ നിങ്ങളുടെ കോംപ്ലക്ഷൻ ഒരു 2 കോംപ്ലക്ഷൻ ഒരു താഴോട്ടുള്ള ഒരു കോംപ്ലക്ഷനൊക്കെ തരണം എന്ന് പറഞ്ഞാൽ ഇൻ ആയുർവേദ കോസ്മെറ്റോളജി ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. ഇറ്റ്സ് നോട്ട് ദ ഹെൽത്തി വേ. അതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഇൻ ആയുർവേദ. ഐ ക്യാൻ സേ ദാറ്റ്. അപ്പോൾ ഈ കൊറിയൻ സ്കിൻ അന്വേഷിച്ച് നടക്കണമൊക്കെ വെറുതെയാണ്. കൊറിയൻ സ്കിൻ അന്വേഷിച്ച് നടക്കുന്നവർ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അവരുടെ ഡയറ്റാണ്. നമ്മൾ ഈ ഈ പറയുന്ന മസാലാസ് സാധനങ്ങളെല്ലാം കഴിച്ചിട്ട് എനിക്ക് കൊറിയൻ സ്കിൻ വേണമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. ഈ പറഞ്ഞ പോലെ എക്സ്റ്റേണൽസ് എല്ലാവരും യൂസ് ചെയ്യും, വളരെ കറക്റ്റായിട്ട് യൂസ് ചെയ്യും. പക്ഷേ നമ്മൾ ഈ പറഞ്ഞു കൊടുക്കുന്ന പോയിന്റ്സ് ഇവിടെയാണ് എന്ത് സംഭവിക്കുന്നത്, ആ ഒരു മിസ്മാച്ച് വരുന്നത്. ഇപ്പം നിങ്ങളുടെ ഡയറ്റും എല്ലാം ഭയങ്കര സ്പൈസ് കുറച്ച് ഭയങ്കര മസാലാസ് ഒക്കെ കുറച്ചിട്ടുള്ള ഒരു ഡയറ്റൊക്കെ ആണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു കോംപ്ലക്ഷനും നിങ്ങളുടെ ആ സ്കിന്നിൻ്റെ ആ ഒരു ഹെൽത്തും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോങ് റണ്ണിൽ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളുടെ ദേശത്ത് ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു ജനറ്റിക് ആയിട്ടുള്ള കാര്യം നമുക്കുണ്ട്. വി കാൺട്ട് എന്താ പറയുക, ആ ഒരു ഭാഗത്ത് നമുക്കൊരു ഹാമ്പറിങ് ഒന്നും നമുക്ക് നടക്കില്ല. ഇന്നത്തെ യുവതലമുറ സൗന്ദര്യബോധത്തിൽ ഒരു ക്രീം, അതിൻ്റെ പുറമെ വേറൊരു ക്രീം, പിന്നൊരു പേസ്റ്റ്, ഇങ്ങനെ പല കാര്യങ്ങൾ നിരന്തരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ആവശ്യത എന്ത്, അതൊക്കെ ശരിയാണോ? ആക്ച്വലി ഇപ്പോൾ ചോദിച്ചത് നമ്മളുടെ ഒരു മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീനും അതുപോലെ ഒരു നൈറ്റ് സ്കിൻ കെയർ റൂട്ടീനെ പറ്റിയിട്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും കാണാം, ഇപ്പം ഒരു പ്രോഡക്റ്റ് തേക്കും, അതിൻ്റെ പുറത്ത് നെക്സ്റ്റ് സാധനം, അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ആപ്ലിക്കേഷനിൽ നമ്മൾ കാണുക, അല്ലെ നമ്മൾ ഇല്ലസ്ട്രേഷൻസിലൊക്കെ അങ്ങനെയാണ് കാണുക, വീഡിയോ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ. പക്ഷേ ശരിക്ക് വെൻ ഇറ്റ് കംസ് ടു എ സ്കിൻ കെയർ, നിങ്ങൾ വളരെ സയൻറ്റിഫിക്കലി നിങ്ങളൊരു സ്കിന്നിനെ നിങ്ങൾ കെയർ ചെയ്യുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് വേണം, ക്ലെൻസിങ്, CTM എന്ന് പറയും, അതായത് ക്ലെൻസിങ് ടോണിങ് മോയ്സ്ചറൈസിങ്. ഈ ഒരു റൂട്ടീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇതിലുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ സ്കിൻ അറിയാതെയാണ് നിങ്ങൾ ഈ CTMലോട്ട് പോകുന്നതെങ്കിൽ നിങ്ങൾക്കവിടെ മൊത്തം പ്രോബ്ലംസ് ആയിരിക്കും. അതായത് ഇപ്പം നിങ്ങൾക്കൊരു ഡ്രൈ സ്കിന്നാണ്, പക്ഷേ നിങ്ങൾ ഭയങ്കര ഹാർഷായിട്ടുള്ളൊരു ക്ലെൻസറാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു പേഷ്യൻ്റ് വന്നു, അവർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എന്താ നല്ല ഡോക്ടറെ മുഖം കഴുകിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ഭയങ്കര നീറ്റ്. അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ എന്ത് പ്രോഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്? ബാക്കി എല്ലാം ഇസ് ഓക്കെ, ബട്ട് അവർ യൂസ് ചെയ്യുന്ന ക്ലെൻസർ എന്ന് പറഞ്ഞാൽ വളരെ ഹാർഷായിട്ടുള്ളൊരു ക്ലെൻസറാണ്. അപ്പം നമ്മൾ ഭയങ്കര ഓയിലി ആയിട്ടുള്ള ഒരു സ്കിന്നിലോട്ട് കൊടുക്കുന്ന പ്രോഡക്റ്റാണ് അവർ ഈ 2-3 പ്രാവശ്യം മുഖം കഴുകുന്നത്. അപ്പം അതുകൊണ്ട് എന്താ ചെയ്യുന്നത്, അവരുടെ ആ സ്കിന്നിലുള്ള മൊത്തം മോയ്സ്ചറിനെ അത് ഒറ്റയടിക്ക്, ഓൾറെഡി ഡ്രൈ സ്കിന്നാണ്, അത് ഒറ്റയടിക്ക് സ്ട്രിപ്പ് ഔട്ട് ചെയ്യുന്നു. അപ്പോൾ ഡെഫിനറ്റ്ലി അവർക്ക് വരുന്നൊരു ഫീലിംഗ് എങ്ങനെയാണ്, ഫേസ് വലിഞ്ഞിരിക്കുക, അതുപോലെ ഫേസ് നീറുക, ഒരു കാറ്റടിച്ചാൽ പോലും അവർക്കത്
ഒരു നീറ്റലായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. സോ അതുകൊണ്ട് നമ്മൾ ഈ ഒരു ക്ലെൻസിങ് ആയാലും ടോണിങ് ആയാലും മോയ്സ്ചറൈസിങ് ആയാലും കറക്റ്റായിട്ട് നിങ്ങളുടെ സ്കിന്ന് കറക്റ്റായിട്ട് അനലൈസ് ചെയ്തിട്ട് തന്നെ ആയിരിക്കണം നിങ്ങൾ ആ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു ഡ്രൈ സ്കിന്നായിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ മോയ്സ്ചറൈസിങ്ങിന് നിങ്ങൾക്ക് കുറച്ചൊരു ഹെവി ക്രീംസ് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. അതും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഡെഫിനറ്റ്ലി യു ഹാവ് ടു ആസ്ക് യുവർ ഡോക്ടർ ഇതെനിക്ക് ഓക്കെ ആണോ എന്ന് ചോദിക്കണം. അല്ലാതെ നമ്മൾ വെറുതെ ഈ അഡ്വർടൈസ്മെൻറ്റ്സ് കണ്ടിട്ട് പർച്ചേസ് ചെയ്യരുത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഓയിലി സ്കിന്നുള്ള ഒരാളാണ്, അവർ പോയി ഹെവി ആയിട്ടുള്ള ഒരു സാധനം ഇട്ടാൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ മൊത്തം പിമ്പിൾസ് ആയിരിക്കും. നെക്സ്റ്റ് ഒരു സ്കിൻ ടൈപ്പ് ഉണ്ട്, കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ. ഈ കോമ്പിനേഷൻ സ്കിൻ ടൈപ്പിന് സീസണലി നമ്മൾ എന്ത് ചെയ്യണം, ഈ പ്രോഡക്ട്സ്, ഈ CTML പ്രോഡക്ട്സ് ഒക്കെ ചിലപ്പോൾ നമ്മൾ മാറ്റേണ്ടി വരും. ഓക്കെ, അവർക്ക് ചിലപ്പം വേനൽക്കാലം വരുമ്പം അവർക്ക് ഈ ഒരു സോണാണ് എന്ത് ഓയിലി ആയിട്ടിരിക്കുന്നത്, ബാക്കി ഏരിയ അവർക്ക് ഡ്രൈ ആയിരിക്കും. അപ്പം നമ്മൾ ആ ഒരു സീസണലായിട്ട് ഈ പ്രോഡക്ട്സ് എന്ത് ചെയ്യണം, നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കണം. അപ്പം ക്ലെൻസിങ് വെരി ഇമ്പോർട്ടൻറ്റ്, ടോണിങ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്, മോയ്സ്ചറൈസിങ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ സൺസ്ക്രീൻ ആപ്ലിക്കേഷൻ, ഇപ്പം അതൊരു വലിയൊരു കോൺട്രവേഴ്സിയാണ്. സൺസ്ക്രീൻ തേക്കണോ, സൺസ്ക്രീൻ തേക്കണ്ടേ? ഡെഫിനറ്റ്ലി യു ഹാവ് ടു, ബിക്കോസ് ഇപ്പം നമുക്ക് വരുന്ന നമ്മളുടെ അടുത്തോട്ട് വരുന്ന UV റേസ് എത്രയോ കൂടുതലാണ്. ഇപ്പം നമ്മളുടെ ഒരു ചൈൽഡ്ഹുഡിലൊന്നും നമ്മളാരും സൺസ്ക്രീനെ പറ്റി കേട്ടിട്ട് പോലുമില്ല. പക്ഷേ ഇപ്പം ഈവൻ കിഡ്സിന് പോലും എന്താണ് സൺസ്ക്രീൻസ് പറയുകയാണ്, ആ UVA UVBൻ്റെ ഹസാർഡസ് അത്രയും കൂടുതലാണ്. സോ ഡെഫിനറ്റ്ലി യു ഹാവ് ടു ഗോ ഫോർ എ സൺസ്ക്രീൻ. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഇപ്പം മോർണിംഗ് ഒരു സ്കിൻ കെയർ നോക്കുകയാണെങ്കിൽ നമ്മളത് കൂടുതലും എന്താണ് ഒരു ക്ലെൻസിങ് ഫോമിൽ അങ്ങനെയാണ് നമ്മൾ കൂടുതലും ഒരു നറിഷിങ് ഒരു ക്ലെൻസിങ് ഫോമിലാണ് നമ്മളത് പോകുന്നത്. നൈറ്റ് വരുമ്പം എപ്പോഴും എന്താണ്, ദാറ്റ്സ് എ സ്കിൻ റിപ്പയർ. ആ സമയത്ത് നമ്മൾ സ്കിൻ റിപ്പയർ ടൈപ്പ് ഓഫ് പ്രോഡക്ട്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുക, ഫേസിൽ യൂസ് ചെയ്യുക. അപ്പം നമുക്കറിയാം ഒരുപാട് നമുക്ക് അഡ്വർടൈസ്മെൻറ്റ്സ് കാണാം, ഇന്ന സീറം ആ സീറം, ഈ ഏത് സീറം എൻ്റെ സ്കിന്നിന് യൂസ് ചെയ്യണം എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ചെറിയൊരു സ്കിൻ ബ്രൈറ്റനിങ് ആണോ വേണ്ടത്, അപ്പോൾ നിങ്ങൾക്ക് വൈറ്റമിൻ C പോലത്തെ സീറംസ് യൂസ് ചെയ്യാം. യു ആർ ഹാവിങ് എൻ ഓയിലി സ്കിൻ, യു ക്യാൻ ഗോ ഫോർ ഇറ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു പിഗ്മെൻറ്റേഷൻ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് യു ക്യാൻ ഗോ ഫോർ നിയാസിനാമൈഡ് ചേർത്തിട്ടുള്ള സീറംസ് യു ക്യാൻ യൂസ്. പക്ഷേ ഇതെല്ലാം എന്താണ്, നമ്മൾ ഇത് ലെയർ ചെയ്ത് ചെയ്യുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് കൗണ്ടർ റിയാക്ട് ചെയ്യുമോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അത് ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല. വെൻ യു ഗോ ടു എ ഡോക്ടർ, ഡെഫിനറ്റ്ലി ഹി ഓർ ഷീ ക്യാൻ ഹെൽപ്പ് യു ഔട്ട് ഇൻ ദാറ്റ്. സോ ആസ് എ ആയുർവേദ കോസ്മെറ്റോളജിസ്റ്റ് ഞാൻ പറയുന്നത് സ്കിൻ കെയർ റൂട്ടീൻ ഡെഫിനറ്റ്ലി നിങ്ങൾ നോക്കണം. പക്ഷേ അത് നിങ്ങൾ എങ്ങനെ നോക്കണം, ജുഡീഷ്യസ്ലി നോക്കണം. അതാണ് ആ ഒരു ഡിഫറൻസ്. നിങ്ങളത് നിങ്ങളുടെ സ്കിന്നിന് വേണ്ടയോ എന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട്. അല്ലാതെ ഒരു ഇൻഫ്ലുവൻസർ നിങ്ങളുടെ അടുത്ത് അവർ പറയുന്നുണ്ടെന്ന് വെച്ചിട്ട് doesn't mean that is going to work on your skin. അപ്പോൾ ഓരോ സ്കിന്നിനും ഓരോരുത്തർക്കും അവരുടെ സ്കിന്ന് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത് മനസ്സിലാക്കിയതിൻ്റെ ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, പ്രോഡക്ട്സ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാരോടും ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഫാക്റ്റാണ്, നിങ്ങളുടെ സ്കിന്ന് ഇന്നതാണ്, അപ്പോൾ നിങ്ങൾക്കിത് യൂസ് ചെയ്യാൻ പറ്റില്ല. അവരിങ്ങനെ അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ കണ്ടിട്ട് വരും, ഡോക്ടറെ അതിങ്ങനെ ഒഴുകുന്ന കണ്ടിട്ട് എൻ്റെ മുഖത്ത് തേക്കാൻ തോന്നുന്നത് നമ്മൾ തേക്കരുത്, കാരണം ദാറ്റ്സ് നോട്ട് ഫോർ യുവർ സ്കിൻ. അപ്പം നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമ്മൾ അഡ്വർടൈസ്മെൻറ്റ്സ് കണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഒരാൾ അത് റെക്കമെൻഡ് ചെയ്തു എന്ന് കണ്ടിട്ടോ ഡോണ്ട് ഗോ ഫോർ ഇറ്റ്. നിങ്ങൾക്ക് വേണോ, ഇഫ് യുവർ സ്കിൻ നീഡ്സ് ഇറ്റ് യു ഗോ ഫോർ ഇറ്റ്, വേണ്ടെങ്കിൽ വേണ്ട. ഞാൻ അടുത്ത സാറിൻ്റെ ഒരു ടോക്ക് കേൾക്കേണ്ടായി. അതിൽ സാറ് മെൻസ്ട്രൽ കപ്പിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയേണ്ടായി. അതായത് യൂസേജ് ഓഫ് മെൻസ്ട്രൽ കപ്പ് ലേഡീസിൻ്റെ ഹെൽത്തിനെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ടെന്ന് സാറിൻ്റെ ഒരു വ്യൂ എങ്ങനെയാണ്? മെൻസ്ട്രൽ ബ്ലീഡിങ് എന്ന് പറയുന്നത് ശരിക്ക് ഇത് പുറത്തു പോകേണ്ട ഒരു സംഭവത്തെയാണല്ലോ. അവിടെ നമ്മളൊരു ബ്ലോക്കേജ് സൃഷ്ടിച്ചാൽ അതുണ്ടാക്കുന്ന പ്രശ്നം അപാരമാണ്, വലിയ പ്രശ്നം. ഏതിനാണെങ്കിലും, മൂത്രമാണെങ്കിലും മല ആണെങ്കിലും എല്ലാത്തിനും നമ്മൾ തടസ്സം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതലുണ്ട്. ഇപ്പോൾ ഗർഭാശയ സംബന്ധമായ പല പ്രശ്നങ്ങൾക്കും ഉണ്ടാക്കാൻ കാരണം ഈ മെൻസ്ട്രൽ കപ്പാണ് എന്ന് ഇന്നത്തെ കാലത്തിലെ പല പഠനങ്ങളും തെളിയിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് അനാരോഗ്യത്തിന് കാരണമാകും. പിന്നെ അഡിനോമയോസിസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ, ഗർഭാശയ ഭിത്തികൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഇത് കാരണമാകുന്നു എന്നാണ് പുതിയ പഠനം തെളിയിക്കുന്നത്. പിന്നെ നമുക്ക് ബഹിർഗമിക്കേണ്ട കാര്യങ്ങളുണ്ടോ അതിനെ തടയരുത് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് മൂത്രത്തെ തടുക്കരുത്, തുമ്മലിനെ തടുക്കരുത്, ഛർദിയെ തടുക്കരുത് എന്നൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇതിനെ തടുക്കുകയല്ല ചെയ്യുന്നതെങ്കിൽ പോലും അത് തടഞ്ഞപ്പെട്ട അതേ അവസ്ഥയാണ് വരുന്നത്. അതാണ് ഞാനത് മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ ഇന്ന് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അഡ്വർടൈസ്മെൻറ്റ്സും ഏറ്റവും കൂടുതൽ റെക്കമെൻഡേഷൻസ് പോകുന്നതും ടു യൂസ് മെൻസ്ട്രൽ കപ്സ് അല്ലേ. കാരണം ഈവൻ സ്കൂൾ കുട്ടികൾ വരെ യൂസ് ചെയ്യുന്നത് മെൻസ്ട്രൽ കപ്സ് ആണ്. അപ്പം അത് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു ക്യാമ്പയിൻ പോലെ തന്നെ
നടക്കുന്നുണ്ട്. അതായത് യൂസേജ് ഓഫ് മെൻസ്ട്രൽ കപ്പ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പോവാം, നിങ്ങൾക്ക് ട്രാവലിങ്ങിന് ബുദ്ധിമുട്ടില്ല. പക്ഷെ അതിൻ്റെ പിറകിൽ ഇങ്ങനെ ഒരു ഹസാർഡ് ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നു അധികം ആർക്കും അറിയാത്തൊരു വിഷയമാണ്. അറിയില്ല. അതിന് അത്രയും പ്രാധാന്യം വരാൻ കാരണം ഇത് ഈ വേസ്റ്റ് നമ്മൾ സാധാരണ നാപ്കിൻസ് അത് പിന്നെ ഡിസ്പോസ് ചെയ്യാനുള്ള വളരെയധികം വിഷമമുള്ളൊരവസ്ഥ. പല സ്കൂളുകളും കോളേജുകളിലും ഒക്കെ അത് വേസ്റ്റ് ബിന്നുകൾ നിറഞ്ഞു കിടക്കുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവരും മാതാപിതാക്കളും വിചാരിക്കും, മറ്റുള്ളവരും വിചാരിക്കും ഇതാവുമ്പോൾ കുറേ കൂടിയും എളുപ്പമുണ്ട്, ക്ലോസറ്റിൽ അത് ഒഴിച്ചു കഴിഞ്ഞാൽ വേസ്റ്റിൽ അത് ഒഴിച്ചു കഴിഞ്ഞാൽ തീർന്നല്ലോ എന്ന് വിചാരിക്കുമ്പോൾ അതിന് പ്രാധാന്യം കൂടുതൽ വരും. പക്ഷെ അതുകൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും പലതും നമ്മളങ്ങനെയാണല്ലോ, അതെ അതെ, കൊണ്ടേ അറിയൂ, കണ്ടറിയാറില്ല. നമ്മൾ മലയാളിയുടെ പ്രത്യേക സ്വഭാവമാണ്, ഈസി മെത്തേഡ്സിലോട്ട് പോകുമ്പോൾ. അപ്പോൾ ആ വിഷയം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കുന്നത് അത്തരം ആരോഗ്യകരമല്ല, അനാരോഗ്യകരമാണെന്നുള്ളത്. ഇപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ കോസ്മെറ്റോളജിയുമായി ബന്ധപ്പെട്ടും ഒരല്പം ഈ സ്ത്രീ വിഷയവുമായിട്ട് സംസാരിക്കേണ്ടായി. ഇനിയും നമുക്ക് കുറേ കൂടി സംസാരിക്കാനും ജനങ്ങളോട് സംവദിക്കാനുമുണ്ട്. അത് നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.